സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം. യേശുക്രിസ്തു പറഞ്ഞ ഒരു ഉപമ നമുക്കിവിടെ കാണാം. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്ത് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം ആകും. ഇവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്ക് എടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. ഇവിടെ സ്വർഗരാജ്യത്തെക്കുറിച്ച് കർത്താവിൻ്റെ വരവിനെ സൂചിപ്പിക്കുന്നതായ ഒരു ഉപമ പറയുകയാണ്. സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കു എടുത്തുകൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം ആകും. നമ്മുടെ രാജ്യത്തിൽ പലതരത്തിലുള്ള വിവാഹങ്ങൾ നാം കാണാറുണ്ട്. സാധാരണ വിവാഹം നടക്കുമ്പോൾ കല്യാണ ചെക്കനാണ് ആദ്യം വരുന്നത്, അതിനുശേഷം കല്യാണ പെണ്ണ് പിന്നീടാണ് വരാറുള്ളത്. എന്നാൽ അക്കാലത്ത് യഹൂദന്മാരുടെ സമ്പ്രദായ പ്രകാരം കല്യാണം കഴിക്കുന്ന മണവാട്ടി തയ്യാറായിരുന്ന ശേഷമാണ് കല്യാണ ചെക്കൻ വരുന്നത്. മണവാളൻ അവസാനം ആയിരിക്കും അങ്ങോട്ട് വരാറുള്ളത്. അങ്ങനെ മണവാളൻ വന്ന ശേഷം എല്ലാവരും വിരുന്നിന് പോകുവാനിടയാകും, കതക് അടയ്ക്കും. ആ വിഷയത്തെ ഉദാഹരണമായി എടുത്തുകൊണ്ട് കർത്താവ് നമുക്കൊരു പാഠം പഠിപ്പിക്കുകയാണ്. ഇവിടെ മണവാളനെ എതിരേൽപ്പാൻ വേണ്ടി 10 കന്യകമാർ ഇവിടെ പുറപ്പെടുകയാണ്. 10 പേർ. 10 പേരുടെ കൈകളിലും വിളക്കുണ്ട്. എന്നാൽ ഇവരിൽ 5 പേർ ബുദ്ധിയുള്ളവരും ബാക്കി 5 പേർ ബുദ്ധിയില്ലാത്തവരുമാണ്. പുറമേ നോക്കുമ്പോൾ എല്ലാവരും ഒരുപോലെ തന്നെ ഇരിക്കുന്നു. എവിടേക്ക് പോകുകയാണെന്ന് ചോദിച്ചാൽ പറയും മണവാളിനെ എതിരേൽപ്പാൻ പോകുന്നുവെന്ന്. ആരാണെന്ന് ചോദിച്ചാൽ പറയും കന്യകമാരാണ്. നിങ്ങളുടെ കൈകളിൽ എന്താണെന്ന് ചോദിച്ചാൽ പറയും വിളക്കുകളാണ്. സാധാരണ ഈ കാലത്ത് നോക്കുകയാണെങ്കിൽ നാം ബൈബിളും എടുത്തുകൊണ്ട് പോവുകയാണ് എങ്കിൽ നമ്മെക്കുറിച്ച് എല്ലാവരും എന്താണ് വിചാരിക്കുന്നത്? ഇവർ എവിടെ പോവുകയാണെന്ന്? സിനിമ ഹാളിൽ പോകുന്നതാണോ? അതുകൊണ്ടാണ് നാം ബൈബിൾ കൊണ്ടുപോകേണ്ട ആവശ്യം. ഭഗത് സിംഗ് ഇപ്രകാരം പഠിപ്പിക്കുകയുണ്ടായി, എല്ലാ ക്രിസ്ത്യാനിയുടെ കയ്യിലും ബൈബിൾ ഉണ്ടായിരിക്കണം. സാധു സുന്ദർ സിംഗും ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ബൈബിൾ എടുക്കാത്തവനും പ്രാർത്ഥനയില്ലാത്തവനും ആത്മീയമായി മുൻപോട്ട് പോകാൻ കഴിയില്ല. ബൈബിൾ വായനയും പ്രാർത്ഥനയും 2 ചിറകുകളെ പോലെയാണ്. ഒരു പക്ഷി മുകളിലേക്ക് ഉയരണമെങ്കിൽ അതിന് ചിറകുകൾ എങ്ങനെ പ്രയോജനപ്പെടുന്നു, അതേപോലെ ബൈബിൾ വായനയും പ്രാർത്ഥനയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഒരുപോലെ നമ്മെ മുൻപോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഈ കാലത്ത് യഥാർത്ഥമായ ഭക്തി എന്താണ്, വ്യാജമായ ഭക്തി എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തതായ മനുഷ്യരെയും ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്നവരെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ നിമിത്തമാണല്ലോ എൻ്റെ നാമം ദൂഷിക്കപ്പെട്ടത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. 10 പേരും സഭയിലേക്കാണ് വരുന്നത്. 10 പേരും സ്നാനപ്പെട്ടുവെന്ന് പറയുന്നു. എല്ലാവരും ക്രിസ്ത്യാനി എന്നാണ് പറയുന്നത്. എല്ലാവരും പറയുന്നു യേശുവാണ് ഞങ്ങളുടെ ദൈവമെന്ന്. എന്നാൽ ഇതിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരായിരുന്നു, ബാക്കി 5 പേർ ബുദ്ധിയുള്ളവരായിരുന്നു. പുറമേയുള്ള യൂണിഫോം ഒരേപോലെ ആയിരിക്കുന്നു, എന്നാൽ അകമേയുള്ളതായ സ്വഭാവം വേറെയായിരിക്കുന്നു. നമുക്കുള്ള ബുദ്ധിയും വളരെ വ്യത്യാസമായിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് 4 മക്കളുണ്ടെങ്കിൽ 4 പേർക്കും ഒരുപോലെ ബുദ്ധി ഉണ്ടായിരിക്കുമോ? 4 പേർക്കും ഒരുപോലെ സ്വഭാവമായിരിക്കുമോ? 4 പേരും ഒരേ രീതിയായിരിക്കുമോ? ഒരാൾ മര്യാദക്കാരനായിരിക്കും, ഒരാളാണെങ്കിൽ ശാന്തനായിരിക്കും, മറ്റൊരാൾ വളരെ കുസൃതിയായിരിക്കും. ഒരാൾ നല്ല ബുദ്ധിയുള്ളവനായിരിക്കും, ഒരാൾക്ക് ബുദ്ധി അല്പം കുറവായിരിക്കും. ഒരാൾ ശാന്തനായിരിക്കും, മറ്റൊരാൾ കൂടുതൽ സംസാരിക്കും. അങ്ങനെയുള്ള വ്യത്യാസമുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അല്പം ബുദ്ധിയില്ലായ്മ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുവാനിടയാകും. ബുദ്ധിയില്ലാത്ത 5 പേരെക്കുറിച്ച് ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. സങ്കീർത്തനം 53-ന്റെ 1-ാം വാക്യം, ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ. ദൈവം ഇല്ല എന്ന് പറയുന്നവൻ ആരാണ്? ദൈവം ഇല്ല എന്ന് പറയുന്നവൻ ആരാണ്? ഇത്ര വലിയ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം. ഭൂമി കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നാം ആയിരിക്കുന്ന ഭൂമി കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു.
സൂര്യനെ ചുറ്റി സഞ്ചരിച്ചു വരുന്നു. നാം ഒരു കുഴപ്പവുമില്ല, സുഖമായിരിക്കുന്നു. അതിനല്പ സ്പീഡ് കൂടിയാൽ നാം മറിഞ്ഞു വീഴുവാൻ ഇടയാകും. കുറച്ച് പതുക്കെ ആയാലും നമ്മുടെ ജീവിതത്തിൽ അതുപോലെ വ്യത്യാസങ്ങളുണ്ടാകും. നാമും പതിയെ ആയിരിക്കും, ചാടിച്ചാടിയായിരിക്കും പോകുന്നത്. നമ്മൾ സ്പീഡിൽ ചുറ്റി നോക്കും, നമുക്ക് തല കറങ്ങുന്നതായി കാണാം. എന്നാൽ ദൈവമെല്ലാം കറക്റ്റായിട്ടാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഘടികാരം നിന്നു പോയാലും സൂര്യൻ ഉദിക്കുന്നത് നിന്നു പോകുമോ? എല്ലാം അതതിൻ്റെ പരിധിയിൽ ദൈവം വച്ചിരിക്കുകയാണ്. ദൈവമുണ്ട്. ദൈവമില്ല എന്ന് പറയുന്നവരാണ് മൂഢൻ. പിന്നെ ഞങ്ങളോട് എന്താണ് ഇതെല്ലാം പറയുന്നത്? ഞങ്ങൾ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ, യേശുവിനെ ആരാധിക്കാനാണല്ലോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്, നിങ്ങൾ പറയുമായിരിക്കും. വീണ്ടും ഒരിക്കൽ കൂടി ആ വചനം വായിക്കൂ. ദൈവമില്ല എന്ന് മൂഢൻ മൈക്കിൽ കൂടിയല്ല പറയുന്നത്. എല്ലാവരോടും പറയില്ല, ഉറക്കെ പറയില്ല. എങ്ങനെയാണ് പറയുന്നത്? ഹൃദയത്തിൽ പറയുമെന്ന്. നല്ലവണ്ണം പ്രാർത്ഥിച്ച് 10ാം ക്ലാസ്സിൽ എക്സാമിന് എഴുതി തോറ്റുപോയി എന്ന് വിചാരിക്കുക. അപ്പോൾ മനസ്സിൽ എന്താണ് വിചാരിക്കുന്നത്? ഹോസ്പിറ്റലിൽ കിടക്കുന്ന അമ്മയ്ക്ക് വേണ്ടി ദേവദാസന്മാരോടെല്ലാം ഫോൺ ചെയ്ത് പറഞ്ഞ്, അതുപോലെ നീയും ഉപവസിച്ച് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും അമ്മ മരിച്ചുപോയി എന്ന് വിചാരിക്കൂ. എന്താണ് മനസ്സിൽ വിചാരിക്കുന്നത്? സംസാരിക്കുന്നേ. ദൈവമുണ്ടോ എന്ന് ചോദിക്കും. ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ പരാജയപ്പെട്ടു? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ അമ്മ മരിച്ചുപോയി? ദൈവമുണ്ടെങ്കിൽ എനിക്കെന്തുകൊണ്ട് ഈ അവസ്ഥ എന്ന് ചിന്തിച്ചതായ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനു മുൻപ് വന്നിട്ടുണ്ടോ ഇല്ലയോ? മനസ്സിൽ ചിലപ്പോൾ ഇങ്ങനെ സംശയം ഉണ്ടാകാറുണ്ടാകും. ദൈവമുണ്ടെങ്കിൽ എനിക്കെന്തു നൽകി? എന്നെ എങ്ങനെ അനുഗ്രഹിച്ചു? പ്രാർത്ഥന ചെയ്തിട്ട് പോയിട്ടും ഞാൻ സെലക്ട് ആയില്ലല്ലോ. പ്രാർത്ഥിച്ച് വ്യാപാരം തുടങ്ങിയിട്ടും നഷ്ടമുണ്ടായല്ലോ. അനേകം തവണ നമ്മുടെ ഹൃദയത്തിൽ നാം ചിന്തിച്ചിട്ടുണ്ട്, അത് യഥാർത്ഥമായ ഭക്തിയല്ല. നീ വിചാരിക്കും നടക്കുകയാണെങ്കിൽ ദൈവമുണ്ട് എന്നും, അങ്ങനെ നടന്നില്ലെങ്കിൽ ദൈവമില്ല എന്നും ചിന്തിക്കുന്നത് യഥാർത്ഥമായ ഭക്തിയാണോ? അല്ല. ഈ കാലത്ത് നമ്മുടെ ഭക്തി വീണുപോകുന്ന ഭക്തിയാണോ അതോ യഥാർത്ഥ ഭക്തിയാണോ? ഏതവസ്ഥയിലും ദൈവത്തെ ആരാധിക്കുന്നതായ ഒരു ഭക്തിയാണോ? അല്ലെങ്കിൽ നിനക്ക് അനുകൂലവും സമൃദ്ധിയും ഉണ്ടാകുമ്പോൾ മാത്രം ദൈവം വലിയവനാണ്, ഹല്ലേലൂയ, നീ ആഗ്രഹിച്ച പോലെ നടന്നില്ലെങ്കിൽ കുറച്ച് കഷ്ടം വന്നാൽ യേശുക്രിസ്തുവിന്റെ നാമം നിമിത്തം ചെറിയ കഷ്ടത വന്നാൽ കർത്താവ് എന്ത് ചെയ്തു, കർത്താവ് എവിടെയാണുള്ളത് എന്ന മനസ്സോടെയാണെങ്കിൽ നീ ബുദ്ധിയില്ലാത്തവനാണ്. നിന്റെ വിളക്കിൽ ആവശ്യമുള്ളത്രയും എണ്ണ ഇല്ല, വിശ്വാസം കുറവാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അഭിഷേകവും നിന്നിൽ ഇല്ല എന്നാണ് അർത്ഥം. ഒരിക്കലും ദൈവത്തെ നാം സംശയിക്കരുത്. അവൻ എന്തെല്ലാം ചെയ്താലും അതെല്ലാം നമ്മുടെ നന്മയ്ക്ക് മാത്രമാണ്, തിന്മയ്ക്ക് അല്ല. നമുക്കുള്ളതെല്ലാം എടുത്താലും നമ്മെ അനുഗ്രഹിക്കുന്ന വലിയ ദൈവമാണവൻ. നീ ചോദിച്ചത് അവൻ തന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നീ ചോദിച്ചതിൽ അധികമായി നിനക്ക് നൽകുവാൻ വേണ്ടി അവൻ ആഗ്രഹിക്കുന്നുവെന്നാണ്. അതാണ് യഥാർത്ഥമായ വിശ്വാസം. അങ്ങനെയുള്ള വിശ്വാസം ഉള്ളവർക്ക് മാത്രമേ കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടാൻ കഴിയൂ. ദൈവമില്ല എന്ന് പറയുന്നവൻ ഒരു മൂഢനാണ്. രണ്ടാമതായി സദൃശവാക്യങ്ങൾ 10:23 നമുക്ക് വായിക്കാം. ദോഷം ചെയ്യുന്നത് ഭോഷന് കളിയാകുന്നു. ദോഷം ചെയ്യുന്നതായ വ്യക്തി പാപം ചെയ്തിട്ട് വീണ്ടും ഏറ്റുപറഞ്ഞ് വീണ്ടും പാപം ചെയ്ത് വീണ്ടും ഏറ്റുപറഞ്ഞ് വീണ്ടും പാപം ചെയ്ത് ഏറ്റുപറയുന്നവൻ, ആ വ്യക്തി മൂഢനാണ്. ഈ കാലത്ത് യേശുക്രിസ്തുവിൻ്റെ സ്നേഹം ഏറ്റവും കൂടുതൽ അനുഭവിച്ച ആളുകൾ, തങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കുന്ന ആളുകൾ, യേശുക്രിസ്തു പാപങ്ങളെ ക്ഷമിക്കുമെന്ന് വീണ്ടും വീണ്ടും കേട്ട ആളുകൾ ഈ കാലത്ത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും യേശു പാപങ്ങളെ ക്ഷമിക്കുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും അവർ പാപം ചെയ്യുന്നു. അങ്ങനെയുള്ളവർ മൂഢന്മാരാകുന്നു. യേശു ക്ഷമിക്കും, അതിൽ ഒരു ഡൗട്ടുമില്ല. എത്ര തവണയാണെങ്കിലും ക്ഷമിക്കും. എന്നാൽ അറിഞ്ഞുകൊണ്ട് വീണ്ടും പാപം ചെയ്യുന്നവൻ യേശുവിനെ ക്രൂശിൽ വീണ്ടും തറയ്ക്കുകയാണ്. ദൈവത്തിന്റെ സ്നേഹം തള്ളിക്കളയുകയാണ്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനാണ്, അല്ലാതെ വീണ്ടും ചെയ്യുന്നവനല്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. പാപങ്ങൾ ഏറ്റുപറയുക മാത്രമല്ല, അത് നാം ഉപേക്ഷിച്ച് കളയണം, അല്ലെങ്കിൽ കരുണ ലഭിക്കില്ല. പ്രാർത്ഥന കളിയായി എടുക്കുന്ന ആളുകൾ, കളിയായി ദൈവത്തെ വിശ്വസിക്കുന്ന ആളുകൾ,
വീണ്ടും വീണ്ടും പാപം ചെയ്തിട്ട് പാപം ആവർത്തിച്ചുകൊണ്ട് ദൈവത്തെ ദുഃഖിപ്പിക്കുന്നവർ ബുദ്ധിയില്ലാത്തവരാണ്. കർത്താവ് വരുന്നതായ സമയത്ത് അങ്ങനെ ബുദ്ധിയില്ലാത്തവരെ കൈവിടപ്പെടാനിടയാകും. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മുടെ സകല അനീതിയും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനും ആകുന്നു. എന്നാൽ വീണ്ടും പോയി പാപക്കുഴിയിൽ വീണാൽ, ശുദ്ധിയാക്കപ്പെട്ട ഒരു പന്നി വീണ്ടും പോയി ചെളിക്കുഴിയിൽ വീണാൽ എങ്ങനെ? നായ തന്റെ വിസർജ്യത്തിലേക്ക് തിരിയുന്നത് പോലെ. കർത്താവിന്റെ മുമ്പിൽ ഒരു തവണ നാം ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ച് ഏറ്റുപറഞ്ഞാൽ പിന്നീട് നാം അത് ഒരിക്കലും ചെയ്യുവാൻ പാടില്ല. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ സകലതും പുതുതായി തീർന്നിരിക്കുന്നു. ഒരിക്കൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വീണ്ടും പാപം ചെയ്തു, വീണ്ടും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വീണ്ടും പാപം ചെയ്തു, വീണ്ടും പാപം ചെയ്തു, അങ്ങനെ പോയാൽ അവൻ ബുദ്ധിഹീനനാണ്. ഞങ്ങളുടെ പാപങ്ങളെ കഴുകണമേ, ഞങ്ങളുടെ ദോഷങ്ങളെ കഴുകണമേ. നിനക്കിഷ്ടമില്ലാത്ത ജീവിതത്തിൽ നിന്ന് ഞങ്ങളെ നീ വിടുവിക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയില്ലായ്മയിൽ നിന്ന് ഞങ്ങളെ നീ വിടുവിക്കണമേ. ജ്ഞാനമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ദിനങ്ങൾ എണ്ണുവാനുള്ള ജ്ഞാനമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഉയരത്തിൽ നിന്ന് വരുന്ന സത്യമായ ദൈവികമായ ജ്ഞാനത്താൽ ഞങ്ങളുടെ ഹൃദയത്തെ നീ നിറയ്ക്കുമാറാകണമേ. പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെടാൻ കഴിയാതെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഇല്ലാത്തവരായി ഇക്കൂട്ടത്തിലുള്ളവർ, അതുപോലെ ഈ സന്ദേശം കേൾക്കുന്നവരുടെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് അങ്ങനെയുള്ളവർക്ക് നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിടുതലുണ്ടാകുമാറാകട്ടെ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപത്തെയെല്ലാം ഉപേക്ഷിച്ച് പുതിയൊരു ഹൃദയം അവർക്ക് നീ കൊടുക്കണമേ. യൗവനക്കാരെ ദർശിക്കണമേ. ലോകമോഹങ്ങളാൽ, ശരീരമോഹങ്ങളാൽ പോരാടുന്നവർക്ക് ജീവിതത്തിൽ ജയം കൊടുക്കണമേ. 2-3 പേർ ചേർന്ന ഭൂമിയിൽ ബന്ധിക്കുന്നതൊക്കെയും സ്വർഗത്തിലും ബന്ധിക്കപ്പെട്ടിരിക്കുമെന്ന് പറയുന്നു. പിശാചിന്റെ ക്രിയകളെ ഞങ്ങൾ ബന്ധിക്കുകയാണ് പിതാവേ. 2-3 പേർ ചേർന്ന് ഞങ്ങൾ അഴിക്കുന്നതൊക്കെയും അത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുമെന്ന് പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എല്ലാവരുടെയും ജീവിതത്തിലേക്ക് അയച്ച് നീ വിടുതൽ കൊടുക്കുമാറാകണമേ. എല്ലാ വ്യക്തികൾക്കും തങ്ങളുടെ ജീവിതത്തിലുള്ള നിരാശയിൽ നിന്നും തകർച്ചയിൽ നിന്നും വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് അയച്ച് സകല സത്യത്തിലും അവരെ വഴി നടത്തണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.